ഗോൾഡൻ ഫുട് പ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം തൃശ്ശൂർ അതിരൂപതയിൽ സെൻറ് ജോസഫ്സ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികരെയാണ് ഷാലോം TV നമുക്ക് പരിചയപ്പെടുത്തുക. തൃശ്ശൂർ അതിരൂപതയുടെ ആതുര സ്ഥാപനമായ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിശ്രമിക്കുന്ന 9 വൈദികരെ ഘട്ടം ഘട്ടമായി ഈ പത്നിയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട ജേക്കബ് തച്ചറാട്ടിലച്ചൻ തൃശ്ശൂർ അതിരൂപതയിൽ വിവിധ ഇടവകകളിൽ ജനങ്ങളുടെ ഹൃദയമറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിതം വ്യയം ചെയ്ത വ്യക്തിയാണ്. ദൈവത്തെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിക്കുകയും ദൈവസ്നേഹത്തിലേക്ക് അനേകരെ തൻ്റെ പരിപക്വമായ വാക്കുകളിലൂടെയും അറിവിലൂടെയും നയിക്കുകയും ചെയ്ത ഒരു സുഹൃതം നിറഞ്ഞ വൈദികൻ. വേദനിക്കുന്നവരെ മനസ്സിലാക്കാനും ആശ്വസിപ്പിക്കാനും എപ്പോഴും സമയം കണ്ടെത്തുന്നതിൽ അച്ഛൻ ഉത്സുകനായിരുന്നു. ഇന്നും ആ ശൈലി തുടരുകയാണ്. ശാന്തമായ പ്രകൃതി, ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെ അതിൻ്റെ ശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ തന്നാലാവുന്നതൊക്കെ ചെയ്യുകയും ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വം. ഓർക്കാൻ ഒരുപാട് നന്മയുടെ ജീവിത പാഠങ്ങൾ അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും നൽകിയതിലുള്ള സന്തോഷം ഞാൻ ശ്രോതാക്കളുമായി പങ്കുവെക്കുകയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുദീർഘമായ 47 വർഷങ്ങളുടെ പൗരോഹിത്യ അജപാലന ശുശ്രൂഷയുടെ തിളക്കത്തോടെയാണ് ജേക്കബ് അച്ഛൻ ഇന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ പരിസ്ഥിതി ഭൂമികയിൽ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയ ഒരു അച്ഛനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അച്ഛ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛനെ കാണുമ്പോൾ ഈ രൂപത്തിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പുതിയ തലമുറയ്ക്കൊക്കെ ആവേശകരമായ രീതിയിലുള്ള ഒരു ബുൾഗാനൊക്കെയാണ്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞ് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു അല്ലേ? ഞാനതിന് പേരൊന്നും ഇട്ടിട്ടില്ല. അതങ്ങനെ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നേ ഉള്ളൂ. അങ്ങനെ കീപ്പ് ചെയ്തു. എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ കൊണ്ടു നടക്കുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ പുതുതലമുറയ്ക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. പക്ഷെ അത് ഇത്രമാത്രം ഇമ്പ്രസീവാണ്, അങ്ങനെ ഒരാൾ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ കാണുമ്പോൾ അത് അച്ഛൻ നന്നായിട്ട് ചേരുന്നുണ്ട്. അച്ഛാ സുന്ദരനായിട്ടിരിക്കുന്നു. അച്ഛൻ്റെ പൗരോഹിത്യത്തിലായിട്ടുള്ള വിളി, അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നത്? അച്ഛൻ്റെ കുട്ടിക്കാലം, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാവോ? ഏറ്റവും ബേസിക്കായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാര്യം, ഞങ്ങൾക്ക് ദൈവവിളി ധ്യാനം 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ള ആൾത്താര സംഘത്തിലൊക്കെ ചേർന്ന് അതിൻ്റെ പിൻബലത്തോടു കൂടി ഒരു ഇഗ്നേഷ്യസ് ചാലിശ്ശേരി എന്ന് പറയുന്ന ഈ രൂപതയിലെ അച്ഛനാണ് ധ്യാനിപ്പിച്ചത്. ആ ധ്യാനത്തിൽ ഒരു കാര്യം ഇപ്പോഴും ഓർക്കുന്നത്, അച്ഛൻ യേശുവിൻ്റെ സഹനങ്ങളെക്കുറിച്ചും പീഡാനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് അത് ലോകത്തെ ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ, ചെറുപ്പക്കാരെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു ചോദ്യചിഹ്നമായി. സിനിമ കാണാൻ പോകുമ്പോൾ സൗന്ദര്യം ആളുകളെ ആകർഷിക്കുന്നു, ഒരു ഹീറോ വരുമ്പോൾ ആകർഷിക്കുന്നു, പട്ടാളം, ക്യാപ്റ്റൻ, സഹനവും കുരിശും എങ്ങനെയാണ് ആകർഷിക്കുന്നത്? അതാണ് എൻ്റെ ദൈവവിളി ധ്യാനത്തിൻ്റെ എന്നെ ഉൾക്കാഴ്ച തന്ന കാര്യം. ഇത് ഏത് പ്രായത്തിലാണ്? 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് പറഞ്ഞല്ലേ? ഓക്കെ. 10ാം ക്ലാസ്സിന് മുമ്പ് 1-2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിച്ച പോലെ തച്ചറാട്ടിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് മാഷ് കേട്ടിട്ടുണ്ടാവില്ല, ടീച്ചറും കേട്ടിട്ടുണ്ടാവില്ല, ഈ രൂപതയിലും ഇല്ല. എൻ്റെ ഇടവകയിൽ പാലയ്ക്കൽ
എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ വീട് മാത്രമേ തച്ചറാട്ടിൽ എന്ന് പറയുന്നൊരു വീട്ടും പേരുള്ളൂ. ഉവ്വ. ഒറിജിനലായിട്ട് വലപ്പാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നവരാണ്. അവിടെയും ഒരു വീടേ ഉള്ളൂ. അവിടെ നിന്ന് വന്നവരാണ്. ഉവ്വ. ഇപ്പം 2 or 3 വീടുണ്ട്. ഉവ്വ. പിന്നെ എൻ്റെ അപ്പച്ചൻ പേപ്പന്മാരൊക്കെ അന്യ സംസ്ഥാനങ്ങളിലായിരുന്നു. ഞാൻ കളിക്കാൻ ചെന്ന് എന്തെങ്കിലും തർക്കമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു തറവാട്ടുകാരൊരുപാട്, അപ്പനും പേപ്പന്മാരും ഒരുപാട്, ആ ഒരു ഒറ്റപ്പെടൽ തോന്നിയിട്ടുണ്ട്. ഉവ്വ. എൻ്റെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഇന്ത്യ ചൈന യുദ്ധമുണ്ടായ ആ ഒരു കാലഘട്ടമാണ്. ഉവ്വ. അങ്ങനത്തെ ഒരു യുദ്ധം കുടുംബത്തിലുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അല്ല, ആ അത് ചുമ്മാ. പക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ഒരു ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യമെല്ലാം ഉള്ള ഒരു സമയമായിരുന്നു. സങ്കടത്തിൻ്റെ ഒരു കാലം, ഉവ്വ. കടം വാങ്ങുന്നതിൻ്റെ ഒരു കാലം, ഉവ്വ. പലചരക്ക് പിടിയിലൊക്കെ പോകുമ്പോൾ ആ പറ്റു പറയും. പറ്റു പറയുന്നൊരു കാലം ഉവ്വ. ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അന്നത്തെ മിക്കവാറും എല്ലാ കുടുംബങ്ങളും അനുഭവിച്ച് വന്നിരുന്നൊരു സ്ഥിതി അതാ. ഇന്ന് പാലക്കൽ ഇടവക എന്ന് പറയുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. ഉവ്വ. യൂദാത്ത ദേവസ്വൻ്റെ പ്രത്യക്ഷവും ഒക്കെ ആയിട്ട്. ഉവ്വ. പക്ഷെ ഞാൻ ചെറുപ്പമായിരുന്ന കാലഘട്ടത്തിൽ ആ ഇടവക അത്ര സജീവമല്ല. ഉവ്വ. വേറൊരു പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് നടത്തുന്ന വളരെ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഇടവകയായിട്ട്. ഇന്ന് പാലക്കല് ആളുകളെ കൊണ്ടും പിന്നെ നാട് മൊത്തം വികസിച്ചു, നാടിൻ്റെ മുഖച്ഛായ മാറി, പള്ളിയുടെ മുഖച്ഛായ മാറി, അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് സെമിനാരിയിലേക്ക് ചേരാനായിട്ടുള്ള കാരണം ഉണ്ടായത്. മാതാപിതാക്കന്മാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർ പ്രതീക്ഷിച്ചില്ല. ഉവ്വ. അച്ഛൻ വീട്ടിൽ എത്ര മക്കളാ അച്ഛാ? ഞങ്ങൾ 6 പേര്, 6 പേരുണ്ട്. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അച്ഛൻ എത്രാമത്തെ? ഞാൻ മൂന്നാമത്തെ. അപ്പച്ചൻ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചുപോയി. അമ്മയുണ്ടായിരുന്നു. അമ്മ പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, സഹോദരങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ വളരെ നേരത്തെ ഒരു ജോൺ എലുവത്തിങ്കൽ കുറുക്കഞ്ചേരിയിലെ JPHS ഹൈസ്കൂളിൻ്റെയൊക്കെ സ്ഥാപകൻ അച്ഛനുണ്ടായെങ്കിലും ഈ ഇടവക ആയതിനു ശേഷം ഞാനാണ് ആദ്യത്തെ. അപ്പം എനിക്കും നേരത്തെ അച്ഛന്മാർ എവിടെ ഉണ്ടാവുന്നു, എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വലിയ പരിചയമില്ല, ഒരു പുതുമയുള്ള കാര്യമാണ്. സെമിനാരിയിൽ ചേർന്നപ്പോഴാണ് അതൊക്കെ തിരിച്ചറിയണത്. അപ്പോൾ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ധ്യാനത്തിൽ ഈ ഒരു പീഡാനുഭവം അതൊരു ആകർഷണമായിട്ട് വന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്തയെക്കുറിച്ച്. പിന്നീട് അതെങ്ങനെയാണ് അതൊന്ന് ഡെവലപ്പ് ചെയ്ത് ഈ ഒരു സെമിനാരി ജീവിതത്തിലേക്ക്, ഈ ഒരു ഒക്കേഷനിലേക്ക് അതിനെ എത്തിച്ചത്, അല്ലെങ്കിൽ എത്തിപ്പെട്ടത്? സെമിനാരിയിൽ ചേരുമ്പോൾ എനിക്കും ശങ്കകളുണ്ടായിരുന്നു. ഇതൊരു മുഖ്യധാരയല്ല, കൂട്ടുകാരധികവും പോകുന്ന വഴികളല്ല. അപ്പം ആ ഒരു ശങ്കയോട് കൂടിയിട്ടാണ് ഞാനും സെമിനാരിയിലേക്ക് ചേരുന്നത്. ഈ നേരത്തെ അച്ഛൻ പറഞ്ഞു തന്ന ആകർഷണത്തിൻ്റെ ഒരു പോയിൻ്റൊക്കെ മനസ്സിലുണ്ടെങ്കിലും അന്ന് കാലത്ത് പ്രത്യേകിച്ചും സെമിനാരിയിലേക്ക് ചേരുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്നൊരു ഫീലിംഗ് ഉണ്ട്. കൂട്ടുകാരുടെ ഇടയിൽ പോലും പെട്ടെന്നൊരു അകൽച്ച വരും. അത് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് വെക്കേഷനൊക്കെ വരുമ്പോൾ. അപ്പോഴേക്കും അങ്ങനെയായിട്ടുണ്ട്. ഈ ഒരു സെമിനാരി പഠനത്തിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ദിശ അല്ലെങ്കിൽ ഒരു പ്രേരണ, അപ്പം അതിലൊക്കെ ഒത്തിരിയേറെ ദൈവാനുഭവങ്ങൾ തീർച്ചയായിട്ടും സമർത്ഥമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണല്ലോ അത്. കൂടുതൽ ഉൾക്കാഴ്ചകളിലേക്കും. സെമിനാരിയിൽ ഞാനൊരു നല്ല കുട്ടിയായിരുന്നു. എൻ്റെ റക്ടറാണ് ആൻ്റണി മലയക്കൽ. എൻ്റെ ഒരു വിചാരം ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോടൊരു സ്നേഹം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു, അങ്ങനെയാണ് എല്ലാ ബ്രദേഴ്സിൻ്റെ അനുഭവം. പിന്നെ വന്ന ബാച്ചുകാരൊക്കെ അച്ഛനെ കുറിച്ച് പറയണ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒറ്റയല്ല, അച്ഛൻ്റെ ഒറ്റ മോനല്ല എന്നൊക്കെ തിരിച്ചറിഞ്ഞു. അതെ, വേറെ പലർക്കും അച്ഛൻ പ്രിയപ്പെട്ടതെന്ന് മനസ്സിലായി. എനിക്ക് തോന്നണ ഓർമ്മയെന്നെടുത്ത് പറയാണ്, 3 കൊല്ലത്തിൽ ഞാൻ അവരുടെ ജനറൽ ബീഡിലായിരുന്നു. പിന്നെ കോട്ടയത്താണ് മേജർ സെമിനാരി.
ഒന്ന് പാലാ രൂപതയിലെ പള്ളിക്കാപ്പറമ്പിലാണ് ഞങ്ങളുടെ ആദ്യത്തെ റെക്ടർ. രണ്ടാമത്തെ റെക്ടർ സക്കറിയാസ് വാഴപ്പിള്ളിയാണ്, മരിച്ചുപോയി. എല്ലാവരും പറയുന്നു ഞങ്ങളുടെയും അനുഭവം ഒരു അമ്മ മനസ്സുള്ള, അമ്മ ഹൃദയമുള്ള അച്ഛനാണ് സക്കറിയാസ് വാഴപ്പിള്ളി. അച്ഛൻ്റെ കൂടെയാണ് ഞാൻ ഫിലോസഫിയിൽ കഴിഞ്ഞത്. ഫിലോസഫിയിൽ വെച്ച് റീജൻസി എടുത്തു. ഇപ്പം റീജൻസി എല്ലാവർക്കും സുപരിചിതമാണ്. അന്ന് ഞാൻ ഫിലോസഫി കഴിഞ്ഞ അവസരത്തിൽ കേട്ടു പൂന സെമിനാരിയിൽ റീജൻസി നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി 1 കൊല്ലം 2 കൊല്ലം ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അത് കേട്ടപാടെ എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഒരു മനസ്സ്, എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടാൽ എനിക്കത് വേണം, ശാഠ്യമാണ്. അപ്പം ഞാൻ എൻ്റെ റെക്ടറോട് പറഞ്ഞു, സക്കറിയാസ് വാഴപ്പിള്ളി മുറിയിൽ ഇതുപോലെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അച്ഛനെ എനിക്ക് വെക്കേഷൻ കാലത്ത് കാണണം എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പൊട്ടി കരഞ്ഞു. എൻ്റെ റെക്ടർ അച്ഛൻ എന്നെ മുമ്പിൽ ഇങ്ങനെ പൊട്ടിക്കരയാന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പ്രതീക്ഷിച്ചവരൊക്കെ സ്വയം പോയി, ആരോടും നോ പറയേണ്ടി വന്നില്ല. ഇനി നീ പഠിക്കണ്ട, ഉപരിപഠനത്തിന് പോണ്ട, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. അച്ഛൻ്റെ റെക്കമെൻഡേഷനും നേരത്തെ പറഞ്ഞ ആൻ്റണി മാളിയേക്കൽ അച്ഛൻ്റെ ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അന്നത്തെ ബിഷപ്പ് കുണ്ടുകുളം ജോസഫ് മെത്രാൻ എനിക്ക് റീജൻസി അനുവദിച്ചു തന്നു. എനിക്കൊരു കാരണവും പറയാണ്ടായിരുന്നു. റീജൻസി ഫിലോസഫിയിൽ വെച്ച് തന്നെ അമ്മയും മരിച്ചുപോയി. അപ്പം 2 അനുജന്മാർ മാത്രമായി, 9, 10 പഠിക്കുന്ന പ്രായം. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ലഭ്യമാണെങ്കിൽ അവർക്കതൊരു ഭാഗ്യവും എനിക്കും ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ 1 കൊല്ലം റീജൻസി എടുത്തു. ബിഷപ്പ് അനുവദിച്ചു തന്നു. പക്ഷെ തലേ കൊല്ലം ഇതുപോലെ റീജൻസി ചോദിച്ചൊരു ബ്രദർ എന്നോട് അപ്പം തന്നെ പറഞ്ഞു, ഞാൻ റീജൻസി എന്ന് പറഞ്ഞുള്ളൂ, ഡിസ്കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞു. അദ്ദേഹം പിന്നെ മിഷനിലേക്ക് പോയ ഒരു അനുഭവം എന്നോട് പറയണ്ടായി. അപ്പോഴേക്കും സെമിനാരിൽ ചേർന്നപ്പോൾ ബാസ്ക്കറ്റ് ബോൾ എൻ്റെ വേണ്ടപ്പെട്ട ഹരമായി. അച്ഛനായി കഴിഞ്ഞപ്പോൾ ഒരു ഖേദം തോന്നിയത്, ബാസ്ക്കറ്റ് ബോൾ കളിക്കാണ്ട് എങ്ങനെ എങ്ങനെ കളിക്കാണ്ടിരിക്കും, അത്രത്തോളം എത്തി. ഈ സെമിനാരിയിലത്തെ ഒരു ശീലം കൊണ്ട് അവസാനത്തെ കൊല്ലം എന്താ പറയുക, ആ കൊല്ലം സാക്രിസ്റ്റി നടന്നു. പള്ളിയിൽ ഉത്തരവാദപ്പെട്ട ചുമതലകളൊക്കെ ഇങ്ങനെ വീതിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയാണ് സെമിനാരി കാലഘട്ടം കഴിഞ്ഞു. ഇനിയിപ്പം പട്ടം അല്ലെ, അതേപോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു അച്ഛനുണ്ടായിരുന്നു, കോതമംഗലത്തുകാരനായിട്ടുള്ള തോമസ് നെടുങ്കല്ലയിൽ. കളിക്കുന്നിടത്തൊക്കെ അടുത്ത് വന്ന് നിൽക്കും. കളി കഴിയുമ്പോൾ നീ മുറിയിലേക്കൊന്ന് വരണം എന്ന് പറയും. നിർമ്മല കോളേജിൻ്റെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൻ്റെ സ്ഥാപകൻ. മിഠായിയൊക്കെ തരും. അച്ഛൻ്റെ കളി കണ്ടിട്ട് സന്തോഷം കാരണം. കളിയും തൃശ്ശൂർകാരോട് അച്ഛന് ഭയങ്കര പ്രിയമായിരുന്നു. അച്ഛൻ്റെ പ്രിയം തൃശ്ശൂർ പണ്ടൊരു വടക്കനച്ഛനുണ്ടായിരുന്നു. ആ ഓർമ്മയിലാണ് തൃശ്ശൂരത്തെ ബന്ധം അച്ഛൻ വെക്കണമെന്ന് ഇങ്ങനെ വർത്താനത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അച്ഛനെ ഈ തൃശ്ശൂർ ഭാഷ പക്ഷേ അങ്ങോട്ട് വരുന്നില്ലല്ലോ. അത് കോട്ടയത്ത് പഠിച്ചതിൻ്റെ മലയാളം. പിന്നെ ആളുകൾ പറഞ്ഞും എൻ്റെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, അച്ചടി ഭാഷയായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വായനയൊക്കെ കൂടുതലുള്ളപ്പം ഓട്ടോമാറ്റിക്കലി വായിക്കുന്ന. പിന്നെ അത് മാത്രമല്ല, ശീലം കൊണ്ട് വാക്കുകൾ ഇങ്ങനെ പരത്തണ്ടെന്ന് ഒരു ശീലം വന്നു. കാര്യം മാത്രം അങ്ങനെയാണ് സെമിനാരിയിൽ നിന്ന് അച്ഛനാവണത്. ആദ്യമായിട്ട് ഏതിടവകയിൽ അച്ഛൻ പോയത്? എൻ്റെ പ്രിയപ്പെട്ട ഇടവക, ആദ്യത്തെ ഇടവക ആറമ്പള്ളി. തൃശ്ശൂർ മുണ്ടൂരടുത്ത് ആറമ്പള്ളി എന്ന് പറയുന്ന ഒരു ഇടവകയാണ്. അന്നും ഇന്നും പ്രിയപ്പെട്ട ഇടവകയാണ്. ആ അർത്ഥത്തിൽ 22 ഇടവകൾ പ്രിയപ്പെട്ടത് തന്നെ. പക്ഷെ ആദ്യത്തെ ഇടവകയിൽ നമ്മൾ എന്താ പറയുക, ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആദ്യത്തേത് എന്തിനും മധുരം കൂടുതലുണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ അനുഭവം അങ്ങനെയാണ്. അന്ന് എൻ്റെ ഒപ്പം പന്ത് കളിച്ചവരാണ് ഇന്നത്തെ അവിടുത്തെ മാഷിൻ്റെ പ്രായവും
പ്രത്യേകിച്ച് മാഡത്തിൻ്റെ കേട്ടുള്ള ഇപ്പോഴത്തെ തലമുറ. അപ്പോൾ അവരിന്നും വിളിക്കും, പഴയ ഓർമ്മകളൊക്കെ ഇറക്കും. അച്ഛൻ അവിടെ ഓർത്തിരിക്കുന്ന അനുഭവങ്ങൾ എന്താ ഉള്ളത് ആ ഇടവകയില്? എങ്ങനെയോ ഞാൻ കുടിവെള്ളവുമായിട്ട് ബന്ധപ്പെട്ടു. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് അന്നും ഇന്നും എനിക്ക് ബോധ്യപ്പെട്ടു. ആറമ്പിള്ളിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഒരു ബോർവെൽ കുഴിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ബോർവെൽ കുഴിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ അല്ല. മാത്രമല്ല അത് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടും കൂടെ മാറിക്കഴിഞ്ഞു. അന്ന് തമിഴ്നാട് ബോർവെൽ വണ്ടികൾ ഇവിടെ ഇല്ല. കേരളത്തിന് 2-3 വണ്ടികളുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത് ഗൗരവമ്മയാണ് അതിൻ്റെ ചാർജായിരുന്നത്. അവർ പറയാതെ കണ്ട് ആ വണ്ടി നീങ്ങില്ല. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലും ചൂണ്ടൽ ആശുപത്രിയിലും ഈ വണ്ടി വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. ഞാൻ കൈക്കാരന്മാരുൾപ്പെടെ തിരുവനന്തപുരത്ത് പോയി ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കണ്ട് ഈ വണ്ടി ഇങ്ങനെ തൊട്ടടുത്താണ്, അടുപ്പങ്കൽ പോലെ അടുത്തുള്ളൊരു സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് അയാളെ ബോധ്യപ്പെടുത്തിയിട്ടാണ്. അന്നത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് അന്നത്തെ സിസ്റ്റം 15 ദിവസം വേണ്ടി വന്നൊരു ബോർവെൽ അടിക്കാൻ. ശരി. അതിൻ്റെ ഒരു സംശയം, ഇത് എനിക്ക് തോന്നുന്നു മിക്കവാറും 80-85 കാലഘട്ടമാണ് അല്ലേ? അതിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ സമയത്ത് നമുക്കിങ്ങനെ വലിയൊരു കുടിവെള്ള ക്ഷാമം അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടോ? ഒന്ന് ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ആ പള്ളിയിലുണ്ടായിരുന്നില്ല, ആ ക്യാമ്പസിലുണ്ടായിരുന്നില്ല. അതാണ്. പിന്നെ നാട്ടിലും വെള്ളമില്ലാത്തൊരു ഇതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 15 ദിവസം എടുത്തിട്ട് ബോർവെൽ കുഴിക്കാൻ. അപ്പോൾ അവരെന്നോട് പലകാർ ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് വർക്കില്ല, ഇവിടുത്തെ നേരത്തെ കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഔട്ടാവും. ഞങ്ങൾ 15 ദിവസവും അവർക്ക് 3 നേരം ഭക്ഷണം കൊടുത്തു, നമ്മുടെ കാര്യം നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ്. ഇന്നിപ്പോൾ ആറമ്പിള്ളിയിലുള്ള അത്ര ബോർവെല്ല് വേറെ ഇടവകളിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്നിപ്പോൾ മാഷ് പറഞ്ഞ പോലെ ബോർവെല്ലിൻ്റെ കാലം കഴിഞ്ഞ പോലെ ഞാനും കരുതുന്നു. അത് ഒരു നല്ല അനുഭവമായിരുന്നു. അന്ന് അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് കേരളത്തിൽ വലിയ വരൾച്ച വന്നൊരു കൊല്ലം. ജൂലൈ മാസം ഓഗസ്റ്റായിട്ടാണ് മഴ പെയ്തത്, ജൂൺ മാസത്തിൻ്റെത്. അപ്പോൾ എനിക്ക് കറണ്ട് കിട്ടാൻ വേണ്ടി കളക്ടറടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, വെള്ളം തരാം പഞ്ചായത്തുകളിലേക്ക് കൊടുക്കാൻ, എനിക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ തന്നാൽ മതി. കളക്ടർ കയ്യോടെ നമുക്ക് എന്താ പറയുക അനുവാദം തരുമായിരുന്നു, റിട്ടേൺ ഓർഡർ തരുമായിരുന്നു. അതൊരു ഓർമ്മിക്കത്തക്ക അനുഭവമാണ്. അന്ന് തുടങ്ങി ഇന്നും ഞാൻ എഴുതുന്നതും പേപ്പറുകളിൽ വാർത്തകളിൽ സൂക്ഷ്മമായിട്ട് വായിക്കാൻ ശ്രമിക്കണതും നോക്കണതും ഇന്നലെ തമിഴ്നാടിൻ്റെ ഹിന്ദു പത്രത്തിൽ തമിഴ്നാട്ടിൽ കിണറുകൾ പുനർജീവിപ്പിക്കുന്നു, അതിനുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമം നടക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എൻ്റെ മുറിയിൽ ഞാനൊരു ബുള്ളറ്റിനിൽ എഴുതിയത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കുടിവെള്ളത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ പ്രേക്ഷകരും കൂടെ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യമാണ്, അച്ഛന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ അനുഭവിച്ചിരുന്ന വലിയ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബ്ലൂ ഗോൾഡ് എന്നാണ് വെള്ളത്തെ നമ്മൾ വിളിക്കുന്നത്. വരും കാലങ്ങളിൽ ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അത് വെള്ളത്തിന് വേണ്ടി ആയിരിക്കും എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാമൂഹ്യ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത അച്ഛൻ്റെ ഈ വാക്കുകൾ തീർച്ചയായിട്ടും പുതിയ തലമുറ ഏറ്റെടുക്കട്ടെ. ഈ കുടിവെള്ള ഒരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ, ജലമലിനീകരണം തടയാനും അതുപോലെ തന്നെ അല്ലേ, തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പരിസ്ഥാത്മാവ് തന്നു. അത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള ഇതൊന്ന് പറഞ്ഞോട്ടെ. ആഷ്ലി പറഞ്ഞത് ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുനമുച്ചി ഇടവകയിൽ ഞാനൊരു ബോർവെൽ കുഴിച്ചു. 250-60 അടിയാണ് താഴ്ച. ആ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ മാഡം എന്നോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കാൻ കൊള്ളില്ല. അപ്പം ഞാൻ വിഷണ്ണനായി, മ്ലാനവദനായി. ഇത്രയും താഴ്ചയിൽ ചെന്ന് ഉള്ള വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ മാഡം ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ സങ്കടപ്പെടണ്ട,
കേരളത്തിലെ എല്ലാ ജലാശയങ്ങളും, എല്ലാ കുളങ്ങളും, എല്ലാ കിണറുകളും മലിനമാണ്. ഉറപ്പാണ്. അത് ആശ്വസിക്കേണ്ടത് അതെ അതെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അങ്ങനെയാണ് അവസ്ഥ. ഇത്രയൊക്കെ ആയിട്ടും എൻ്റെ മനോവേദന പറയാം. നമ്മുടെ വേദോപദേശ ക്ലാസ്സുകളിൽ, നമ്മുടെ ധ്യാനങ്ങളിൽ ഒരുക്കത്തിൻ്റെ പഴയ നിയമങ്ങളിൽ നോഹ് ഒരുങ്ങിയതും ജോസഫ് ഒരുങ്ങിയതും ഒക്കെ നമ്മൾ പറയുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്നും വർത്തമാന വിഷയമായിട്ടില്ല എന്നുള്ളത് മാഷ് നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ വലിയ ദുഃഖിക്കാനിടവരും എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ പരിസ്ഥിതി മലിനീകരണവും അതിനോടനുബന്ധിച്ചുള്ള കാരണങ്ങളൊക്കെ ചർച്ചാ വിഷയമായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്ന് മാത്രമല്ല, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിസ്ഥിതി ദർശനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മഹത്തായിട്ടുള്ള ചാക്രികലേഖനം തന്നെ എഴുതി കഴിഞ്ഞു, ലൗദാത്തേ സി. അതിനുശേഷം ഒരു പുസ്തകം കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പരിസ്ഥിതിക്ക് എതിര് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ പറയാ, ഞാൻ അകലെ നിന്ന് നോക്കി കാണുന്നതാണ്. നമ്മുടെ ദൈവവിളി ക്യാമ്പ് ഉൾപ്പെടെ, നമ്മുടെ ധ്യാനങ്ങൾ ഉൾപ്പെടെ, നമ്മുടെ ഇൻറ്റൻസീവ് കാറ്റീസം ഉൾപ്പെടെ, അതിനിടയ്ക്ക് നടക്കുന്ന കൺവെൻഷൻ ഉൾപ്പെടെ വരുന്ന തലമുറയോട് പോലും പരിസ്ഥിതി ഇഷ്യൂസ് പറയുന്നില്ല, പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺവെൻഷൻ കഴിഞ്ഞ്, ഒരു ധ്യാനം കഴിഞ്ഞ് കുമ്പസാരിപ്പിക്കാൻ നമ്മൾ പോകാറുണ്ട്. ആ പാപങ്ങൾ ഏറ്റുപറയുന്നിടത്ത് പല കാര്യങ്ങളും ഏറ്റുപറയുമെങ്കിലും മാഷ് പറഞ്ഞു നിർത്തിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. ചർച്ചാ വിഷയമായി ഉണ്ടാവാം, വല്ലയിടത്തുമൊക്കെ എന്തെങ്കിലും സെമിനാറുകൾ നടക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് ജീവൻ മരണ പ്രശ്നമാണെന്നുള്ള ഗൗരവത്തിലേക്ക് എത്തിയിട്ടില്ല. പറഞ്ഞതൊരു സ്വയം വിമർശനാത്മകമായിട്ട് നമ്മൾ ഈ കാര്യം എടുക്കണം. മാർപ്പാപ്പ അത് പറഞ്ഞെങ്കിലും അത് താഴെത്തട്ടിലേക്ക് വരെ ആ ഒരു ബോധം കുറെ കൂടെ തീവ്രമായിട്ടുണ്ടാകണം എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. ബോധവൽക്കരണ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതലുണ്ടാകണം. തീർച്ചയായിട്ടും അച്ഛൻ്റെ വാക്കുകൾ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് മാറ്റങ്ങൾ സംഭവിക്കും. അച്ഛൻ്റെ ആ ഒരു ഹൃദയത്തിലുള്ള ഒരു വേദന ഈ സമൂഹത്തോടുള്ള, അല്ലേ, അത് തീർച്ചയായിട്ടും അറിയുന്നൊരു സമയവും കൂടിയാണ്. ശരിക്കും വേദനയാണ്. അല്ലെങ്കിൽ അത് നമ്മൾ എല്ലാവരും പെടും. നമ്മുടെ വീടുകളിലെ കൊച്ചു മക്കളുടെ മുഖത്ത് നോക്കി ഇപ്പം ഞാൻ അച്ഛൻ എവിടെയായിരുന്നു, വല്യപ്പച്ചൻ എവിടെയായിരുന്നു എന്ന് ആ കൊച്ചുങ്ങൾ ചോദിക്കുമെങ്കിൽ നമുക്ക് ഉത്തരമില്ല. വലിയ സങ്കടമുള്ള കാര്യം. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, നമ്മൾ പലരും കുറ്റം പറയുന്നത് പോലെ അധികാര രാഷ്ട്രീയത്തിൻ്റെയോ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയോ ഒക്കെ പിന്നിലായിരിക്കുമ്പോൾ പോലും സഭ എവിടെയായിരുന്നു എന്നുള്ള ഗൗരവമുള്ള ചോദ്യം ഒരു ഉണർത്തുപാട്ടാണ്. തീർച്ചയായിട്ടും കാലഘട്ടത്തിനനുസരിച്ച് തീർച്ചയായിട്ടും സഭ ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ 22 ഇടവകകളിലെ പ്രവർത്തനങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു പാരിസ്ഥിതിക സ്നേഹം പ്രതിഫലിച്ചിട്ടുണ്ട് അല്ലേ? അതേ എനിക്ക് തോന്നുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു കണ്ടൽക്കാടുകളുടെ ഒക്കെ ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ കണ്ടൽക്കാടുകൾ ആദ്യമായിട്ട് ഈ രൂപതയിൽ തന്നെ തുടങ്ങി വെച്ച അച്ഛനാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ കെയർ ഓഫിലും ആഭിമുഖ്യത്തിലുമാണ് അത് ചെയ്യാൻ ഇടവന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്കും ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ പോയ ചേറ്റുവയായി. ചേറ്റുവായിൽ 30 കൊല്ലം പ്രായമുള്ള സുന്ദരമായിട്ടുള്ളൊരു കണ്ടൽക്കാടുണ്ട്. എന്നെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം ഒരു 5 മണിക്ക് വഞ്ചിയിൽ കയറി 6-6:30 അവിടെ എത്തിയാൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതിലേക്ക് വെച്ച ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു അനുഭവം കണ്ടൽക്കാടിൻ്റെ അനുഭവം. അത്രയ്ക്കും വലിയ നല്ല പക്ഷി സങ്കേതമാണ്. 100 കണക്കിനല്ല 10,000 കിളികൾ വരും, പലതരം കിളികൾ വരും, ചേക്കേറാൻ വരും. പോകുന്നത് നന്നായിരിക്കും, നന്നായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും അത് മാത്രമേ പക്ഷി സങ്കേതം മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലോകത്തിൽ സുനാമി ആഞ്ഞടിച്ചപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിലെ തീരപ്രദേശങ്ങളിലൊക്കെ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് സഹായിച്ചതും ഈ കണ്ടൽക്കാടുകളുടെ വേരുകളാണ് എന്ന്
ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കണ്ടൽക്കാടിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച പൊക്കുടനെ കൂടെ ഒന്ന് നമ്മൾ ഓർക്കുകയാണ്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ആത്മകഥ എപ്പോഴും. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടു തുടങ്ങി അങ്ങനെയല്ല. ഇത് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയന് റിസർച്ച് വിങ് ഉണ്ടായിരുന്നു. അവരുടെ റിസർച്ചിലാണ് നമ്മളുടെ ഇപ്പോൾ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മത്സ്യങ്ങളുടെ ട്രോളിങ് പാടില്ല എന്ന് പറഞ്ഞതുപോലെ കണ്ടൽ വെച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്, പ്രൊജക്റ്റാണ്, അല്ലാണ്ട് നമ്മുടെ ഇതല്ല. അപ്പം അങ്ങനെ അതിൽ ടോം കോച്ചേരി അച്ഛൻ്റെ ഒപ്പം ആ സംഘടനയുടെ വർക്ക് ചെയ്യുന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ഒരു നളിനി നായക്ക് തിരുവനന്തപുരത്തുണ്ട്. അവരാണ് നമ്മളോട് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ അപ്പോൾ അതിനുള്ളൊരു സ്ഥലം അന്വേഷിച്ചു, വിത്ത് അന്വേഷിച്ചു, വിത്ത് കൊണ്ടുവന്നു. അന്നത്തെ കുറേ ഒരു 19 ചെറുപ്പക്കാർ സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി നമ്മുടെ ചേറ്റുവായിൽ ഒരു കൊച്ചേട്ടൻ നടന്നു. കൊച്ചേട്ടൻ്റെ മക്കളും പേരക്കുട്ടിയൊക്കെ നമ്മുടെ ഒപ്പം ഇപ്പോഴും ഉണ്ട്. അവരുടെ സഹകരണത്തോടു കൂടി നമ്മൾ കണ്ടൽ വെക്കുക ചെയ്തത്. ഞങ്ങൾ കാണാൻ ഒരു തുരുത്താണ്. ഏറ്റം വരുമ്പോൾ മുങ്ങിപ്പോവും, ഇറക്കം വരുമ്പോൾ പൊന്തി വരും. അതിൽ അവർ വയൽച്ചുള്ളി എന്ന് പറയുന്ന ഒരു മുള്ളുള്ള ചെടിയുണ്ട്. അപ്പോൾ ഈ മരിച്ചുപോയ കൊച്ചേട്ടനാണ് പറഞ്ഞ നമുക്ക് ഈ ജാവലിൻ തുറ എറിയണ പോലെ എറിഞ്ഞു പിടിപ്പിക്കാം. അങ്ങനെ വഞ്ചിയിലൊക്കെ പോയി ഈ പറഞ്ഞ മുള്ളിൻ്റെ ഇടയിലേക്കൊക്കെ എറിഞ്ഞിട്ട കണ്ടൽക്കാടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് ജീവിതത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു മഹത്വം കണ്ടൽക്കാടിനുണ്ടെന്നന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ ഞങ്ങൾക്കും ഇതൊരു പുതിയ കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. നമ്മളുടെ റാഫേൽ തട്ടിലെ പിതാവൊക്കെ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. താഴത്തെ പിതാവിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ബോസ്കോ പിതാവ് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാക്കന്മാരൊക്കെ താല്പര്യം എടുക്കുന്നുണ്ട്.